സച്ചിയാണെങ്കിൽ സുധിയെ കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ശരിക്കും നിന്റെ കാല് മുറിഞ്ഞിട്ട് തന്നെ ഉണ്ടോടാ, അതോ ഇതൊക്കെ അഭിനയമാണോ? അല്ല എന്റെ കാശപ്പ് തരും എന്നൊക്കെ ചോദിച്ചിട്ട് സച്ചി കളിയാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ സുധിയെ ചന്ദ്ര പറയാണ്, ഞാൻ എന്റെ മോനെ കൊണ്ട് മുറിയിലേക്ക് പോയിക്കോളാന്ന് പറഞ്ഞ് എഴുന്നേക്കുമ്പം സച്ചി മനഃപൂർവ്വം അവന്റെ കാലിൽ ചവിട്ടാണ്. അപ്പോഴേക്കും സുധി വലിയ വായിൽ കാറുന്നുണ്ട്. അച്ഛനും അച്ഛനും രേവതിയൊക്കെ ഇങ്ങനെ ഞെട്ടി നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും സച്ചി പറയാണ്, അല്ല ഇതൊക്കെ ഡ്രാമയാണോ അത് ശരിക്കുള്ള മുറിവാണെന്ന് അറിയാൻ ടെസ്റ്റ് ചെയ്താ ഇപ്പൊ മനസ്സിലായത് ശരിക്കുള്ള മുറിവ് തന്നെയാണെന്ന് പറയുമ്പോഴേക്കും ചന്ദ്ര പറയാണ്, എന്താണോ നിനക്ക് എന്റെ മോനോട് ഇത്രയ്ക്ക് വലിയ ദേഷ്യം? പാവം എന്റെ മോൻ കിടന്ന് വേദന തിന്നുന്നത് കണ്ടില്ലേ? ബാമോനെ അകത്തേക്ക് പോവാന്ന് പറഞ്ഞിട്ട് ബാമയോട് കുറച്ച് ജ്യൂസ് എടുത്തോണ്ട് വാ എന്നും പറഞ്ഞിട്ട് അകത്തേക്ക് കയറി പോകുമ്പോൾ ഞാനൊന്ന് ചോദിക്കാണ്, പിന്നെ ഇതൊക്കെ ചെയ്യാൻ ഇവിടെ വേറെ ആളെ ഉണ്ടോ എന്നും പറഞ്ഞിട്ട് അവൾ അകത്തേക്ക് അവനെയും കൊണ്ട് കയറി പോന്നു. സുധിയും ചന്ദ്രയും സച്ചിനാണെങ്കിൽ ദേഷ്യത്തോടെ നോക്കുന്നുണ്ട് കേട്ടോ. സച്ചി പറയാണ്, ഇപ്പൊ എനിക്ക് സന്തോഷമായി, ഇത് നീ പാകത്തേക്ക് കയറിപ്പോക്കോ, ഹോ സമാധാനമായി എന്നൊക്കെ പറയുന്നുണ്ട്. ശ്രുതിയാണെങ്കിൽ അവളുടെ ഫ്ലാറ്റിലേക്ക് വരുമ്പോഴേക്കും ഫ്രണ്ട് ചോദിക്കാണ്, ഞാൻ ചായ എടുക്കുക, നിനക്ക് വേണമെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും എനിക്ക് വേണമെന്ന് പറയുന്നുണ്ട്. ഇച്ചിരി കടുപ്പത്തിലായിക്കോട്ടെ എന്ന് പറയുന്നു. അപ്പോഴേക്കും അങ്ങോട്ട് ഫ്രണ്ട് ചായ കൊണ്ടെന്ന് ചോദിക്കാണ്, എന്താ ഇന്നലെ നൈറ്റ് മൊത്തം നീ അവിടെ തന്നെ ഇരുന്നോ? എന്താ കാര്യം ഒന്നും പറഞ്ഞില്ലോ, എന്താണ് സംഭവം? അപ്പോഴേക്ക് ശ്രുതി പറയുന്നുണ്ട്, ഒരാളെ ആക്സിഡന്റ് ആയിട്ട് കൊണ്ടുവന്നതാ, അതുകൊണ്ട് ഞാൻ രാത്രി മൊത്തം സ്റ്റേ ചെയ്യേണ്ടി വന്നു. അപ്പൊ അവള് ചോദിക്കുന്നുണ്ട്, അപ്പൊ എത്ര രൂപ കറന്നെടുത്തു? അയാൾ ഊച്ചയും എടുത്തല്ലേ? രാത്രി മൊത്തം കൂട്ടിരുന്നതിന് 10,000 എക്സ്ട്രാ മേടിച്ചോ? ഹേ, ഞാൻ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല, ഞാൻ ബില്ലൊന്നും അടിച്ചിട്ടില്ല, ഞാൻ അയാൾക്ക് ചുമ്മാ കൂട്ടിരുന്നേ ഉള്ളൂ, എന്തോ ഒരു അട്രാക്ഷൻ പോലെ എന്ന് പറയുമ്പോൾ, പിന്നെ നീന ഞുള്ളിക്ക് സത്യമാണ് ഞാൻ നോക്കട്ടെ എന്ന് പറയുമ്പോൾ അവളെ കയ്യിൽ പിടിച്ച് ഞുള്ളുമ്പോഴേക്കും വേദനിക്കുന്നുണ്ട്. അപ്പൊ സത്യം തന്നെയാണ് എന്ന് പറയുന്നുണ്ട്. അല്ല എന്താ കാര്യം, എന്തോ ഉണ്ടല്ലോ, നീ അങ്ങനൊന്നും ചെയ്യുന്ന ആളല്ലോ എന്ന് ചോദിക്കുമ്പോഴേക്കും ബാഗിൽ നിന്ന് ക്യാഷ് എടുത്തിട്ട് ഇതാ ഈ മാസത്തെ റെന്റ് എന്ന് പറയാണ്. നീയല്ലേ ഇപ്പൊ പറഞ്ഞത് അയാളുടെ നിന്ന് ക്യാഷ് ഒന്നും മേടിച്ചില്ലാന്ന്, പിന്നെ ഈ പൈസ എവിടെന്നാന്ന് ചോദിക്കുമ്പോ ഇത് ഞാനിതിൽ വർക്ക് ചെയ്യുന്ന കിട്ടിയതാ, പിന്നെ നീ എപ്പോഴും പറയാറില്ലേ എനിക്കൊരു പാർട്ട്ണറെ വേണമെന്നും ഫ്യൂച്ചറിനെ കുറിച്ച് ചിന്തിക്കണമെന്നൊക്കെ. ഇപ്പൊ ഞാൻ എന്തായാലും ചിന്തിക്കാൻ തുടങ്ങി. നമ്മുടെ അടുത്തേക്ക് ഒരാൾ വരുമ്പോഴല്ലേ മാറ്റമൊക്കെ ഉണ്ടാകുക, മാറ്റത്തിന് മാറ്റമല്ലേ മാറ്റില്ലെന്ന് പറയുന്നേ എന്നൊക്കെ ശ്രുതി ചോദിക്കുന്നുണ്ട്. ഈ പറഞ്ഞത് ഫ്രണ്ട് ചോദിക്കുമ്പം ശ്രുതി പറയാണ് അതെ എന്ന് പറയുന്നു. എന്നിട്ട് ശ്രുതിയെ കുറിച്ച് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ശ്രുതി നോക്കിയതും അവനെ കെയർ ചെയ്ത കാര്യങ്ങളും എല്ലാം തന്നെ ശ്രുതി ഇങ്ങനെ ഓർത്തുകൊണ്ട് നിൽക്കാണ്. പിന്നീട് കാണിക്കുന്നത് സച്ചി കാറിൽ കിടന്ന് പാട്ടൊക്കെ കേട്ട് ഇങ്ങനെ കിടക്കുന്ന സമയത്ത് സച്ചിന് കുറച്ച് രണ്ട് ഫ്രണ്ട്സ് അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഡാളിയ ഇങ്ങനെ പാട്ടൊക്കെ കേട്ട് കിടന്നാ മതിയോ, നിന്റെ കല്യാണം കഴിഞ്ഞിട്ട് നീ ഞങ്ങൾക്ക് ഒരു ട്രീറ്റ് പോലും ചെയ്തില്ലോ എന്ന് ചോദിക്കുമ്പം അതിനെന്താടാ എങ്ങോട്ടാ പോണ്ടേന്ന് പറ, നമുക്കൊരു ട്രീറ്റ് ചെയ്യാന്ന് പറയുമ്പം അയ്യേ അങ്ങനെയൊന്നും അല്ല, നിന്റെ ഭാര്യയും കൊണ്ടുവരണമെന്ന് പറയുമ്പോൾ സച്ചി പറയാണ് അതെന്തായാലും നടക്കാൻ പോകുന്നില്ല എന്നും പറഞ്ഞ് സച്ചി ഇങ്ങനെ മേലോട്ടൊക്കെ നോക്കുമ്പം അല്ല നീ എങ്ങോട്ടാ നോക്കുന്നു ചോദിക്കുമ്പം അല്ല ഇനി ഞാൻ അവളെ കൊണ്ട് പോകണമെങ്കിൽ കാക്ക മലന്ന് പറക്കണം, അത് വല്ലതും ഉണ്ടോ നോക്കുമായിരുന്നു, എന്തായാലും കാക്ക മലന്ന് പറക്കുന്നില്ല, അപ്പൊ ഞാൻ എന്തായാലും അവളെ കൊണ്ട് ഇറങ്ങാനും പോകുന്നില്ല എന്ന് പറയുമ്പോൾ അവന്മാര് ചോദിക്കുകയാണ് നീ എന്താണ് ഞങ്ങളെ കളിയാക്കാണോ, നിന്റെ ഭാര്യയും കൂടി തന്നെ വേണമെന്ന് പറയുമ്പോൾ അവൻ പറയാണ് നിങ്ങൾക്ക് പാർട്ടി വേണമെങ്കിൽ ഞാൻ എവിടുന്നെങ്കിലും കുപ്പി ഒപ്പിച്ചു തരാം, അല്ലാതെ നിങ്ങൾ പറഞ്ഞ പോലെ അവളെ കൊണ്ടൊന്നും ഞാൻ വരില്ല, അവളുടെ വീട്ടിൽ പോയിട്ട് വന്നപ്പോ തന്നെ ഒരു പ്രശ്നം ഉണ്ടായതാ, എവിടെ പോയിട്ട് വന്നാലും ഒരു പ്രശ്നം ഞങ്ങൾ തമ്മിൽ ഉറപ്പായെന്ന് സച്ചി പറയുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ അവളെ കൊണ്ട് എങ്ങോട്ടും ഇല്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ പാർട്ടി എന്ന് പറയുമ്പോൾ അവന്മാരെ പറയാണ് ഞങ്ങൾക്ക് നിങ്ങളുടെ പാർട്ടി ഒന്നും വേണ്ട, പകരം ഞങ്ങൾ നിനക്ക് ആ പാട്ട് തരാൻ പോന്നേ ദാ ഇവന്റെ വീട്ടിൽ വെച്ചെന്ന് പറയുമ്പോൾ സച്ചി ചോദിക്കാണ് ഇവന്റെ വീട്ടിൽ വെച്ചോ, അതെന്ത് പാർട്ടിയാ? അതെ വിവാഹം കഴിഞ്ഞ ഞങ്ങളുടെ ഫ്രണ്ട്സിനും അവന്റെ ഭാര്യയ്ക്കും വേണ്ടി ഞങ്ങൾ തയ്യാറാക്കുന്ന ട്രീറ്റ് ആണ് എന്നൊക്കെ അവന്മാര് പറയുന്നുണ്ട്. നീ അവളെയും കൂട്ടിയൊന്നുമായിട്ട് വന്നാ മതി എന്ന് പറയാൻ കേട്ടോ. ഞാൻ എന്തായാലും നോക്കട്ടെ എന്ന് സച്ചി ഇങ്ങനെ പറയുന്നുണ്ട്. ഞാൻ ഇതിനെ കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കാം എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും പെങ്ങളെയും കൂട്ടി പോരെന്ന് പറയുമ്പം സച്ചി പെങ്ങളോ, അതെ നീ എന്റെ അളിയനാകുമ്പം അവര് ഞങ്ങളെ പെങ്ങളല്ലേ സച്ചി, ഓ ബന്ധമൊക്കെ അത്രത്തോളമായി അല്ലേ എന്ന് പറയുന്നു. ഇതേ സമയത്ത് തന്നെ രേവതി ആണെങ്കിൽ ഫുഡ് കൊണ്ട് ടേബിളിൽ വെക്കാണ്. അപ്പോഴേക്കും അച്ഛനും വന്നിരിക്കുന്നുണ്ട്. അച്ഛൻ പറയാണ് സച്ചി ഇപ്പൊ വരുമെന്ന് പറഞ്ഞു, നീ അവരുടെ പ്ലേറ്റ് എടുത്തോന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് സുധിയേയും കൂട്ടി ചന്ദ്രൻ ഇറങ്ങി വരികയാണ്. അപ്പോഴേക്കും സുധി അവരെ കണ്ട് പറയാണ് അമ്മേ ഞാൻ റൂമിൽ എങ്ങാണ് ഇരുന്നോളാം. ചന്ദ്രൻ പറയുന്നു നിനക്കൂടി അവകാശപ്പെട്ടതാണ് ഈ വീട്, നിനക്ക് ഇവിടെ ഇരിക്കാനുള്ള അവകാശമൊക്കെ ഉണ്ട്, മുകളിൽ ഇരുന്ന് ചടഞ്ഞുകൂടി നീ ഇരിക്കണ്ട എന്നും പറഞ്ഞിട്ട് ചന്ദ്ര അവനെയും കൊണ്ടുവന്ന് അവിടെ ഇരുത്തുന്നുണ്ട് കേട്ടോ. അങ്ങനെ വീണ്ടും രേവതി പോയിട്ട് ഒരു പ്ലേറ്റ് കൂടെ കൊണ്ടുവന്ന് വെക്കാണ്. അപ്പോഴേക്കും ചന്ദ്ര ചോദിക്കുന്നു നിന്റെ കണ്ണിന് എന്തെങ്കിലും പ്രത്യേക കുഴപ്പമുണ്ടോ? അവള് പറയാണ് ഇല്ല എനിക്ക് പ്രത്യേകിച്ച് യാതൊരു കുഴപ്പമില്ല, എല്ലാം കാണാം, എന്താമേന്ന് ചോദിക്കുമ്പോ ഓഹോ അപ്പൊ മനഃപൂർവ്വമാണല്ലേ നീ എല്ലാവർക്കും പ്ലേറ്റ് വെച്ചിട്ട് സുധിക്ക് മാത്രം വെക്കാഞ്ഞത്, സുധിക്കൂടെ ഒരു പ്ലേറ്റ് വെക്കെന്ന് പറയുമ്പോ
അവള് പറയാണ്, ഇല്ലമ്മേ എന്നോട് ക്ഷമിക്കണം, എനിക്കതിന് പറ്റില്ല, ഞാൻ അമ്മയോട് നേരത്തെ പറഞ്ഞിട്ടുള്ളതല്ലെന്ന് ചോദിക്കുമ്പം ചന്ദ്ര ചോദിക്കാണ്, ഓഹോ അപ്പം ഇതൊക്കെയാണോ മനുഷ്യത്വം എന്ന് പറയുന്നു. അപ്പോഴേക്കും രേവതി പറയാണ്, മനുഷ്യത്വത്തെ കുറിച്ചൊന്നും അമ്മ കൂടുതൽ പറയണ്ട, ഒരു കതിർ മണ്ഡപത്തിൽ നിന്നും ഒരു വീട്ടുകാരെ ഒന്നാകെ കരയിപ്പിച്ചിട്ട് അതൊക്കെയല്ലേ മനുഷ്യത്വത്തിന്റെ ഗണത്തിൽ പെടുന്നെന്ന് ചോദിക്കുമ്പോൾ ചന്ദ്ര പറയാണ്, ഓഹോ നിനക്കപ്പം സംസാരിക്കാനൊക്കെ അറിയാം അല്ലേ എന്ന് പറയുമ്പോഴേക്കും അവൻ പറയാണ്, അമ്മേ ഞാൻ എണീച്ച് പോവാന്ന് പറയുമ്പോൾ നീ അവിടെ ഇരിക്കടാ മോനെ, നിനക്ക് ഞാനുണ്ടെന്ന് പറഞ്ഞിട്ട് അടുക്കളയിൽ പോയിട്ട് ചന്ദ്ര പ്ലേറ്റ് കൊണ്ടൊന്ന് സുതിക്കി കൊടുത്തിട്ട് വിളമ്പി കൊടുക്കുന്നു. അപ്പോഴേക്കും രേവതി അവന് വിളമ്പി കൊടുക്കാൻ നോക്കുമ്പോഴേക്കും ചന്ദ്ര പറയാണ്, വേണ്ട വേണ്ട, ഞങ്ങളുടെ കാര്യം ഞങ്ങൾ നോക്കിക്കൊള്ളാന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും സച്ചി അങ്ങോട്ടേക്ക് വന്നിട്ട്, എല്ലാരും കഴിക്കാൻ തുടങ്ങിയോ, എല്ലാവർക്കും ഒരു സന്തോഷം വർത്താനുണ്ട്, ഇതാ കണ്ടോ ഞാൻ മധുരം കൊണ്ടാ വന്നേക്കുന്നേ എന്ന് പറയുന്നു. എന്തിനാടാ ഇതെന്ന് ചോദിക്കുമ്പോൾ അതൊക്കെയുണ്ട്, ഇന്ന് ഒരു സന്തോഷം ഉണ്ടായി, അതിന്റെ വകയാണ് ഈ മധുരം എന്ന് പറയാണ്, എന്താച്ചാ അച്ഛനെടുക്കുമെന്ന് പറഞ്ഞിട്ട് കൊടുക്കുമ്പോഴേക്കും, എടാ ആഹാരം കഴിച്ചിട്ടല്ലേ മധുരം കഴിക്കുന്നത്, ആഹാരം കഴിച്ചിട്ട് കഴിക്കാം, അല്ലച്ചാ അച്ഛൻ ഇപ്പൊ തന്നെ കഴിക്കണം എന്നും പറഞ്ഞിട്ട് അച്ഛനെ വായിൽ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ മധുരം. അപ്പോഴേക്കും മതി മതി എന്ന് പറഞ്ഞിട്ട്, ദാ ചേട്ടാ നീയും കഴിക്കടാ എന്ന് പറയുന്നുണ്ട്. അപ്പൊ സുധി എനിക്ക് വേണ്ടാന്ന് പറയുമ്പം, ഷോ അങ്ങനെയൊക്കെ അർത്ഥം മുറിച്ച് പറയല്ലേ, മധുരമല്ലേ കഴിക്കുക എന്ന് പറയുന്നുണ്ട്. അങ്ങനെ നിർബന്ധിച്ച് സുധിയെ കൊണ്ടും ഒരു പീസ് എടുപ്പിക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം ചന്ദ്ര എടുത്ത് കൊണ്ടുപോവാണ്. ചന്ദ്ര പറയാണ്, എനിക്കങ്ങ് നിന്റെ സ്വീറ്റ്സ് വേണ്ടാന്ന് പറയുമ്പം, അച്ഛാ കണ്ടില്ല അച്ഛാ, അമ്മ എന്റെ സ്വീറ്റ്സ് എടുക്കുന്നില്ല അച്ഛാ എന്ന് പറയുമ്പം, എന്താ ചന്ദ്ര ഇതെന്ന് ചോദിക്കുമ്പോഴേക്കും ചന്ദ്ര മനസ്സിലോടെ ഒരു ലഡു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇന്നാ നീയും എടുത്തോന്നും പറഞ്ഞിട്ട് കൊണ്ടുപോയി രേവതിക്കും ഒരു സ്വീറ്റ് കൊടുക്കുന്നുണ്ട്, ഒരു ലഡു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം അച്ഛൻ ചോദിക്കാണ്, അല്ല നീ പറഞ്ഞില്ലല്ലോ എന്താ സന്തോഷമുള്ള കാര്യം. അപ്പോഴേക്ക് സച്ചി പറയാണ്, അത് വേറൊന്നുമല്ല, ദാ ഈ ഇരിക്കുന്ന പഠിപ്പിച്ചിട്ടുണ്ടല്ലോ അവനൊരു പെണ്ണിന്റെ മുമ്പില് നാണം കിട്ട തൊലി ഉരിഞ്ഞില്ലേ, അതിന്റെ സന്തോഷപ്രകടന ഇത്, കേക്ക് മുറിച്ച് ആഘോഷിക്കണമെന്ന് ഞാൻ കരുതിയതാ, പക്ഷെ അവനപ്പൊ ഇവിടുന്ന് വിട്ടു പോയില്ലേ, ഇപ്പോഴല്ലേ ഇവിടെ തിരിച്ചു വന്നത്, അതുകൊണ്ടായി ലഡു. അപ്പോഴേക്കും ചന്ദ്ര ചോദിക്കാണ്, ഓഹോ അപ്പൊ മനഃപൂർവ്വം കളിയാക്കാൻ വേണ്ടിട്ടാ നീ അങ്ങനെയൊക്കെ ചെയ്തല്ലേ എന്ന് ചോദിക്കുമ്പോ സച്ചി പറയാണ്, പിന്നെ അല്ലാതെ ഇവനിപ്പോ ഞാൻ കേക്കിനൊക്കെ ഓർഡർ ചെയ്താ അതിനുള്ളിൽ ഇവൻ മുങ്ങി എന്ത് ചെയ്യും, ആഘോഷിക്കാൻ പറ്റുമോ, അതുകൊണ്ടല്ലേ ഞാൻ കേക്ക് ലഡു മുറിച്ച് ആഘോഷിക്കുന്നത്. അപ്പോഴേക്കും ചന്ദ്ര ചോദിക്കാണ്, അവൻ നിന്റെ ചേട്ടനല്ലേ, അവൻ എന്തിനാ ബുദ്ധിമുട്ടുണ്ടായാല് നീ നിനക്കൂടെ ബുദ്ധിമുട്ടുണ്ടാവണ്ടേ, അവന്റെ കഷ്ടകാലം വരുമ്പോ നീ ഇങ്ങനെയൊക്കെയാണോ ചെയ്യേണ്ടതെന്ന് ചോദിക്കുമ്പോ സച്ചി ചോദിക്കാണ്, അമ്മയല്ലേ ഓരോ റാങ്ക് ഓരോ പ്രാവശ്യവും മേടിക്കുമ്പോഴും അവന് വേണ്ടിയിട്ട് പായസമൊക്കെ ഉണ്ടാക്കി ആഘോഷിച്ചിരുന്നത്, അപ്പോഴെല്ലാം പറയാനല്ലോ എന്നെ കൊള്ളില്ല, എന്റെ സേതു എന്റെ സുതിയാണ് നല്ലതെന്ന് പറഞ്ഞിട്ട് ഇതൊക്കെ മേടിക്കുക എന്നൊക്കെ ചോദിക്കാണ്. എന്നിട്ട് സച്ചി പറയാണ്, ഇവനാണെങ്കിലോ എല്ലാ കുരുക്കും ഉണ്ടാക്കി വെച്ചിട്ട് അവൻ അങ്ങ് മുങ്ങി പെട്ടതോ ഞാനും എന്ന് പറയാണ്. അപ്പോഴേക്കും രേവതി സങ്കടത്തോടുകൂടിയിട്ട് അവന്റെ മുഖത്തേക്ക് നോക്കുന്നുണ്ട്. അപ്പോഴേക്കും നീ പെട്ടുപോയല്ലേ എന്ന് ചന്ദ്ര ചോദിക്കുമ്പോ, പിന്നെ അല്ലാതെ പെട്ടോന്നോ, കല്യാണം എന്ന് പറഞ്ഞത് ഒരു വലിയ ശിക്ഷയാ, ആ ശിക്ഷ എനിക്കും കിട്ടി, ഇതാ ഇവൻ കാരണം, അല്ലെങ്കിൽ ഞാനിപ്പോ പാറി നടക്കേണ്ടതായിരുന്നു എന്നൊക്കെ പറയുമ്പോഴേക്കും രേവതി കരഞ്ഞുകൊണ്ട് പിണങ്ങി അവിടുന്ന് പോകുന്നുണ്ട്. അപ്പോഴേക്കും ഇത് കണ്ട് ചന്ദ്രയ്ക്ക് വലിയ സന്തോഷമാകുന്നു. ചന്ദ്ര പറയാണ്, ഓഹോ ഇനിയിപ്പോ ഞാൻ ഈ ലഡു നന്നായിട്ട് കഴിച്ചോളാം എന്ന് പറഞ്ഞിട്ട് സുധിയോട് പറയാണ്, ഇങ്ങനെ വർത്താനം ഇനി കേൾക്കാൻ പറ്റൂടാ, നീയും കഴിക്കടാ എന്ന് പറഞ്ഞിട്ട് സുധിയെ കൊണ്ടും ആ ലഡു തീറ്റിക്കുന്നുണ്ട്. ഇതും കണ്ടിട്ട് വിഷമം സഹിക്കാൻ വയ്യാതെ രേവതി കയറി പോവാണ്. അപ്പോഴേക്കും അച്ഛൻ ചോദിക്കാണ്, എന്താടാ മോനെ നീ എന്തിനാ അങ്ങനെയൊക്കെ പറഞ്ഞോളെ കരയിച്ചത്, ഇത് അവളെ കഴിക്കാതെ പോയത് കണ്ടോ എന്ന് പറയാണ് കേട്ടോ. രേവതി മേളില് ഊഞ്ഞാലിൽ പോയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കരഞ്ഞോണ്ട്. അപ്പോഴേക്ക് സുധി വന്നിട്ട് ചോദിക്കാണ്, ഓഹോ നീ ഇവിടെ വന്നിരിക്കാണോ, നീ എന്താ ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ, നീ കഴിക്കാതെ വന്നിരുന്നാല് അച്ഛനെ വന്ന് ഞാനല്ലേ വഴക്ക് കേൾക്കാ, നീ എന്താ ഇങ്ങനെ കാണിച്ചെന്ന് ചോദിക്കുമ്പോൾ രേവതി പറയാണ്, എന്നെ കിട്ടിയത് കഷ്ടകാലമാണെന്നും എനിക്ക് ബുദ്ധിമുട്ടാണെന്നും ഒക്കെ അല്ലേ നിങ്ങൾ പറഞ്ഞത്, പിന്നെ ഞാനതെന്ത് കഴിക്കണമെന്ന് ചോദിക്കുമ്പോൾ നീ എന്തിനാ ഒച്ചെടുക്കുന്ന ചോദിക്കാൻ കേട്ടോ സച്ചി. അപ്പോൾ ചോദിക്കുകയാണ് രേവതി, പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത്, ഞാനാണ് എല്ലാത്തിനും കാരണക്കാരി, നിങ്ങൾ ഏട്ടനല്ലേ കാരണക്കാരനായത്, അല്ലാതെ ഞാനെന്നെല്ലാം ചോദിക്കുമ്പോൾ സച്ചി ചോദിക്കാണ്, ഇത്രയും സൗണ്ട് ഉണ്ടായിരുന്നെങ്കിൽ നിനക്ക് ആ മണ്ഡപത്തിൽ വെച്ച് തന്നെ പറഞ്ഞില്ലാന്ന് എനിക്ക് കല്യാണം വേണ്ടാന്ന്, ഒന്നും മിണ്ടാതിരുന്നിട്ട് പിന്നെ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ചോദിക്കുമ്പോൾ നിങ്ങൾ എന്താ മിണ്ടായിരുന്നെന്ന് രേവതി സച്ചിയോട് ചോദിക്കുമ്പോൾ സച്ചി പറയാണ്, ഞാൻ എന്റെ അച്ഛന് വേണ്ടിയിട്ടാണ് സമ്മതിച്ചെന്ന് പറയുന്നു. അപ്പോഴേക്ക് രേവതി പറയാണ്, ഞാൻ എന്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ടും അതുകൊണ്ടാ സമ്മതിച്ചെന്ന് പറയാണ്, നിങ്ങൾക്ക് എന്നെ എന്റെ പെട്ടുപോയി എന്നല്ലേ പറഞ്ഞെന്ന് ചോദിക്കുമ്പോൾ സുധി പറയാണ്, പിന്നെ ഞാൻ എന്താ പറയണ്ടേ, അവൻ തേച്ചിട്ട് പോയത് കാരണം ഞാൻ നിന്നെ വിവാഹം കഴിച്ചത് വലിയ അനുഗ്രഹമാണെന്ന് പറയണമായിരുന്നു എന്ന് സച്ചി ചോദിക്കുമ്പോൾ അവള് പറയാണ്, എങ്കിൽ ഞാനും പറയാം, ഞാനും പെട്ടുപോയി, നിങ്ങളെ കാരണം ഞാൻ അനുഭവിക്കുകയാണെന്ന് പറയാം, അപ്പൊ നിങ്ങക്ക് സമാധാനാവോ ചോദിക്കുമ്പോ നീ പറ, എല്ലാവരോടും പോയി പറഞ്ഞു നടക്ക് എന്നൊക്കെ പറയുന്നുണ്ട്. എന്റെ അച്ഛനും അച്ഛമ്മയ്ക്കും അല്ലാതെ എന്റെ മുമ്പിൽ ഒച്ച ചേർത്താൻ ആർക്കും അവകാശമില്ലെന്ന് സച്ചി പറയാണ്. അപ്പോഴേക്കും രേവതി ചോദിക്കുന്നു, എനിക്ക് ഒട്ടും അവകാശമില്ലെന്ന് ചോദിക്കുമ്പോൾ ഇല്ല എന്ന് പറയാണ്.
അപ്പൊ രേവതി ചോദിക്കാണ്, അങ്ങനെന്നുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് എന്നെ ആക്ഷേപിക്കാൻ നിങ്ങൾക്ക് എന്താ അധികാരം ചോദിക്കുമ്പം സച്ചങ്ങ് വല്ലാണ്ടായി പോന്നിട്ടോ. അപ്പം അങ്ങനെ ചോദിച്ചപ്പോ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടല്ലേ, അതുപോലെ തന്നെയാ എനിക്കും. ഒരു അവകാശമില്ലെന്ന് പറയുമ്പോൾ എനിക്ക് എന്തുമാത്രം ബുദ്ധിമുട്ടുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ എന്ന് ചോദിച്ച് രേവതി ചോദിക്കുമ്പം സച്ചി ഒരു അക്ഷരം പോലും മിണ്ടാതെ നിൽക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ വിഷമത്തോടെ ഇരിക്കുന്ന രേവതി സച്ചിയെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. എല്ലാ ദിവസത്തെയും എപ്പിസോഡിന്റെ റിവ്യൂസും അതുപോലെ വരാനിരിക്കുന്ന എപ്പിസോഡിന്റെ റിവ്യൂസ് വെക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.